എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ഭാരത് ഗ്യാസ് EKYC മസ്റ്ററിംഗ് എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാമെന്നാണ് ഇവിടെ നോക്കുന്നത്. വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രോസസ്സിൽ മാറ്റം വന്നതുകൊണ്ടാണ് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കമൻറ്റിലും ധാരാളം പേർ ആവശ്യപ്പെട്ടിരുന്നു. മറ്റ് കമ്പനികളുടെ EKYC മസ്റ്ററിംഗ് ചെയ്യുന്ന വീഡിയോകൾ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. കൂടാതെ മസ്റ്ററിംഗ് ചെയ്തോ എന്ന് സ്റ്റാറ്റസ് നോക്കി എങ്ങനെ പരിശോധിക്കാം എന്ന വീഡിയോ ഉൾപ്പെടെയുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇവയെല്ലാം LPG EKYC എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഭാരത് ഗ്യാസിൻ്റെ EKYC മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ എടുത്ത ശേഷം ഹലോ BPCL എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. തുടർന്ന് ലാംഗ്വേജ് ഇംഗ്ലീഷോ മലയാളമോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് നമ്മൾ ഇങ്ങനൊരു പേജിൽ എത്തിച്ചേരും. ഇവിടെ നമുക്ക് ഇടത് സൈഡിലായി ഭാരത് ഗ്യാസ് ഫോർ ഹോം എന്ന് കാണാം. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ നമുക്കവിടെ സൈൻ ഇൻ എന്ന് കാണാം. ആ സൈൻ ഇന്നിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ഇങ്ങനൊരു പേജ് ലഭിക്കും. ഇവിടെ LPG ഗുണഭോക്താവിൻ്റെ ഏജൻസിയിൽ നിന്ന് SMS ഒക്കെ വരുന്ന ഗ്യാസ് ബുക്ക് ചെയ്യുന്ന ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി ഗെറ്റ് OTPയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമ്മൾ കൊടുത്ത മൊബൈലിലേക്ക് OTP വരുന്നതും ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. അതിനുശേഷം നമുക്ക് ഒരു MPIN സെറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഇപ്പോൾ കൊടുത്ത മൊബൈലിൻ്റെ ആദ്യത്തെ 4 ഡിജിറ്റ് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. തുടർന്ന് താഴെ കൺഫേം കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇങ്ങനൊരു പേജിലേക്ക് എത്തിച്ചേരും. ഇവിടെ ഗുണഭോക്താവിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ മുകളിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഹോം പേജ്. ഇങ്ങനെ വന്നില്ലെങ്കിൽ നമ്മൾ ബാക്കിൽ പോയി ഒന്നുകൂടെ വന്നാൽ മതി, അല്ലെങ്കിൽ MPIN ടൈപ്പ് ചെയ്ത് കൊടുത്ത് വന്നാലും മതി. ഇവിടെ ഇപ്പോൾ EKYC കംപ്ലീറ്റ് ചെയ്തൊരു അക്കൗണ്ടാണ്. ആ ഡേറ്റും ഒക്കെ താഴെ കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാത്തതാണെങ്കിൽ ഇങ്ങനെയൊരു പോപ്പപ്പ് വിൻഡോ വന്ന് നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. കംപ്ലീറ്റ് EKYC എന്നവിടെ താഴെ എഴുതി കാണിച്ചിട്ടുമുണ്ടാകും. അതിനോടൊപ്പം ഇവിടെ ആധാർ ഫേസ് ID ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതിനുള്ള ലിങ്ക് മുകളിൽ കൊടുത്തിരിക്കുന്നത് കാണാം. പ്ലേ സ്റ്റോർ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേ സ്റ്റോറിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി ആധാർ ഫേസ് ID ഇതുപോലെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കണം. ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി, ഓപ്പൺ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഇവിടെ സ്ക്രീൻഷോട്ടോ റെക്കോർഡിങ്ങോ ഒന്നും ഈ ഒരു ആപ്പിൽ അനുവദിക്കുന്നില്ല. ഇത് മാത്രമാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് തെളിച്ചമുള്ളത്. ബാക്കിയൊക്കെ ഫോട്ടോ എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അതിൻ്റേതായ തെളിച്ചക്കുറവുണ്ട്. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ മൊബൈലിൻ്റെ ലൊക്കേഷനൊക്കെ എനേബിൾ ചെയ്യണം. അതുപോലെ ഇടയ്ക്ക് പോപ്പപ്പ് വരും, അലോ ചെയ്ത് കൊടുക്കണം. അപ്പോഴൊക്കെ വീണ്ടും പ്രോസസ്സിലേക്ക് വന്നാൽ ഒന്നുകിൽ നമ്മൾ നേരത്തെ കണ്ട കംപ്ലീറ്റ് EKYCയിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് EKYC എന്ന് കാണുന്നുണ്ട്, അവിടെ പ്രസ് ചെയ്തും മുന്നോട്ട് പോകാവുന്നതാണ്. വലത് സൈഡിലുള്ള ആരോയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. തുടർന്ന് നമ്മൾ ഇങ്ങനൊരു പേജിലെത്തും. ഇത് EKYCയുടെ ആധാറുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസാണ്. താഴെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി പ്രൊസീഡ് കൊടുത്താൽ മാത്രം മതി. തുടർന്ന് വരുന്ന പേജിൽ ഫോട്ടോ ക്യാപ്ചറിങ്ങുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസാണ്. നല്ല പ്രകാശമുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ കണ്ണ് ചിമ്മിക്കൊടുക്കുകയാണ് വേണ്ടുന്നത്. താഴെ വന്ന് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനുള്ള റൗണ്ട് പ്രത്യക്ഷപ്പെടും. LPG ഉടമയുടെ ഫേസാണ് സ്കാൻ ചെയ്യേണ്ടുന്നത്. പ്രകാശമുള്ള സ്ഥലത്ത് നിന്ന് കണ്ണ് ചിമ്മി കൊടുക്കണം. തുറന്ന് അടച്ചു കൊടുക്കണം. താഴത്തെ റൗണ്ടിൽ പ്രസ് ചെയ്താൽ ബാക്ക് ക്യാമറ ഓൺ ആകും. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഫേസ് ആ റൗണ്ടിനുള്ളിൽ വരത്തക്കവണ്ണം മൊബൈൽ പിടിക്കണം. ചുറ്റും ആ റൗണ്ട് ഗ്രീനിഷ് ആവണം. അതിനുശേഷം വേണം കണ്ണ് ചിമ്മി കൊടുക്കുവാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബാക്ക് പോയി തിരിച്ചു വന്നാൽ മതി. MPIN വേണമെങ്കിൽ കൊടുത്ത് വരികയും ചെയ്യാം. ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ശരിയായി ചെയ്തു കഴിഞ്ഞാൽ ബയോമെട്രിക് EKYC സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് ഇതുപോലെ എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം മൊബൈലിലേക്ക് SMS വന്നിട്ടുമുണ്ടാകും. തിരിച്ച് ഹോം പേജിൽ വന്നാൽ നമുക്ക് EKYC ചെയ്ത ഡേറ്റ് ഉൾപ്പെടെ ഇവിടെ കാണിക്കുന്നതും കാണാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.